അല്ലേ ഇത് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് മോനെ. കണ്ടാ ആവി പറക്കണ കണ്ടാ. അപ്പൊ ഇനി നമ്മ ബിരിയാണി ദം ചെയ്യാൻ പോയാണ്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി ഗൈസ്. അപ്പൊ ഇതെങ്ങനെ മാരിനേഷൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ഈ റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബസുമതി റൈസാണ്. ഇതൊരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് 2 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പം ബിരിയാണിയുടെ മാരിനേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് കറക്റ്റ് മാരിനേഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്, മഞ്ഞപ്പൊടി കുറവ് മതി. ഓക്കെ, ഇത് വലിയ ടേബിൾ സ്പൂണാണ്. ഞാൻ ടീസ്പൂൺ കണക്കിന് പറയുമ്പോൾ 1 ടേബിൾ സ്പൂൺ മതി വലുത്. മുളക് പൊടി 1, 2, 3 മതി. കുരുമുളക് പൊടി ഒരു ആവശ്യമനുസരിച്ച് നിങ്ങൾ എരിവനുസരിച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 വലിയ ടേബിൾ സ്പൂൺ എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷാൻ്റെ ബിരിയാണി 2.5 മതി കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഷാൻ്റെ ബിരിയാണി മസാല. ഇത് മാരിനേഷന് വേണ്ടി മാത്രമാണ്, ബാക്കി നമ്മൾ ഗ്രേവിയിലും കറിയിലൊക്കെ ഇടും. അപ്പോൾ ഇത് ഈ മസാല നമ്മൾ മാരിനേഷൻ്റെ ചിക്കൻ മസാലയിൽ ഇത് ഇത്ര മാത്രം മതി. അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ പൊടിച്ച നമ്മൾ ഹോം മെയ്ഡ് പൊടിച്ച ഗരം മസാല കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ സീക്രട്ട് റെസിപ്പിക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ടിങ് ബട്ടൺ അടി ചെയ്യണം. പറയൂലേ. അപ്പം 5 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത നല്ല കട്ടിത്തൈര്, കുറച്ച് നമ്മുടെ ഒനിയൻ ചോപ്പ് ഇടും കേട്ടോ. കുറച്ച് വിനീഗറും കൂടി ചേർക്കുക. വിനീഗർ ഓക്കെ, വൈറ്റ് വിനീഗർ കുറച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ പിഴിഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് ഓയിൽ. ഇതിലെന്തിനാണ് ഞാൻ ഓയിൽ ഒഴിക്കണമെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും മസാല ഫ്രൈ ചെയ്യുമ്പോഴാണ് ഓയിൽ ഒഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. മറ്റേ മസാല ബോണ്ടാവെന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ഓവനിൽ ചെയ്യാൻ പോവുകയാണ്. ഓവനിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ വേണം, അതുകൊണ്ടാണ് ഓയിൽ ഒഴിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഗൈസ് 4 ടേബിൾ സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്. പിന്നെ ഇതെല്ലാം അതിൻ്റെ ആവാനായിട്ട് ഒരു കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ടണം കേട്ടോ. കോൺഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇതിൽ മുട്ട ഇടണ്ട കേട്ടോ, ബിക്കോസ് ഇത് ഷാലോ ഫ്രൈ അല്ല ഡീപ് ഫ്രൈ അല്ല. അപ്പോൾ ഇതിൽ മുട്ട ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ആൾക്കാർ. അപ്പം നമ്മൾ ബിരിയാണിക്ക് വേണ്ടി ഒനിയൻ ഫ്രൈ ചെയ്യണ്ട. അപ്പോൾ ഒനിയൻ ഫ്രൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇത് അധികം ചൂടാണെങ്കിൽ ഇതെല്ലാം കൂടി പുറത്തേക്ക് വന്നിട്ട് ഇവിടെ ഫയർ ആകും, പിന്നെ ഞങ്ങൾക്ക് ഓടേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പതുക്കെ ഈ ഒനിയൻ ഇട്ട് കൊടുക്കണം. ഒനിയൻ്റെ എണ്ണ തിളക്കണ ടെമ്പറേച്ചർ കറക്റ്റ് ആവണം കേട്ടോ. അത് എപ്പോഴും നിങ്ങൾ സൂക്ഷിക്കണം. എനിക്ക് ഇടയ്ക്കൊക്കെ പണി കിട്ടാറുള്ളതാണ്. ഇങ്ങനെ പൊങ്ങി വന്ന് പിന്നെ ഇതെടുത്ത് മാറ്റി ഇവിടെ ഫയറൊക്കെ ആവും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഒനിയൻ ഫ്രൈ ചെയ്യാൻ. ഓക്കെ, എപ്പോഴും ഇതിൻ്റെ മേലൊരു കണ്ണുണ്ടാവണം. ഓക്കെ, മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ ഓവനിലോട്ട് കയറ്റാൻ പോവുകയാണ്. എത്ര ഡിഗ്രിയിൽ? 120 ഡിഗ്രിയിൽ. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. ഇത് ആദ്യം വെക്കണം. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കേട്ടോ. ഇത് ഫുള്ള് നമ്മൾ ഓടിയിരുന്ന് ചെയ്യുമ്പോൾ കറക്റ്റ് ബിരിയാണിയുടെ ആ ഒരു ടൈമും ആവും. എല്ലാം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്കായിട്ട് ഷിപ്പിൽ കുക്കിംഗ് അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഇത് നമുക്ക് ഓവനിലോട്ട് അങ്ങോട്ട് വെക്കാം. ചിക്കൻ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ നമുക്കൊരു 200 അധികം വേവിക്കണ്ട, 210, 20 ഇടാം. 218 നമുക്ക് ഒരു 25 മിനിറ്റ് മാത്രം നമ്മ ഇത് കുക്ക് ചെയ്താൽ മതി കേട്ടോ. 5 മിനിറ്റ് മാത്രം നമ്മ ഇത് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ്. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി മസാല കേട്ടോ, ബിരിയാണി ഗരം മസാലയുടെ സംഭവങ്ങൾ ഇടാം. എന്നിട്ട് കുറച്ച് ഒനിയൻ അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അങ്ങാടെ ഇളക്കി കൊടുക്കുക. അതെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒനിയൻ കരിയാറായി. ഓക്കെ, അപ്പോൾ ഒനിയൻ കരിയാൻ പാടില്ല. നമ്മൾ നേരെ ഇങ്ങനെ എടുത്തിട്ട് കോരി. ഗുഡ് മോർണിംഗ് ബോസൻ സർ. ഒനിയൻ അങ്ങോട്ട് ഫ്രൈ ചെയ്യുക. കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി കുറച്ചിട്ടാൽ മതി, അധികം ഇടണ്ട. റൈസിനാണത്. ഓക്കെ, അപ്പോൾ തക്കാളി ഒന്നും ഒഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീഫ് കട്ട് ചെയ്യാം. ഇതങ്ങോട്ട് ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് എന്തിനാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് 1 ടേബിൾ സ്പൂൺ മതി. ഓക്കെ, അങ്ങോട്ട് ഇളക്കാം. ഫെനൽ സീഡില്ലേ, നമ്മുടെ പെരിഞ്ചീരകം, അത് കുറച്ചും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരു കളറിന് വേണ്ടി കുറച്ച് ക്യാപ്സിക്കം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇപ്പോൾ ഷിപ്പിൽ കുറേ തരം ബിരിയാണി ഉണ്ട്. ദം ബിരിയാണി ഉണ്ട്,
എന്താ പറയുക മറ്റേ മാഞ്ഞാലി ബിരിയാണി അങ്ങനത്തെ ഇഷ്ടമായ ബിരിയാണികളുണ്ട്. പക്ഷെ നമുക്കിവിടെ കപ്പലിൽ ഒരു സ്റ്റൈലിലെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതെന്ന് വെച്ചാൽ എല്ലാവർക്കും കഴിക്കേണ്ട ഒരു കോമൺ ആയിട്ട് പല നോർത്ത് ഇന്ത്യൻസും പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് കോമൺ ആയിട്ട് ഒരു ബിരിയാണി എന്ന് വെച്ചാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി. ഇതൊരു സെമി ദമ്മ ബിരിയാണി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കനും റൈസും സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ദമ്മയുണ്ട്. ദമ്മയാനുള്ള ഒരു ഫെസിലിറ്റിയൊക്കെ ഇവിടെ ഇല്ല, പക്ഷേ നമ്മൾ എന്നാലും ദമ്മയുണ്ട്. അതെങ്ങനെ കഴിഞ്ഞാൽ അവസാനം കാണിച്ചു തരും. കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇതെല്ലാം 5 കിലോ റൈസിനാണ് കേട്ടോ. കുറച്ച് പുതിനയില മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ഇടാം. ഓക്കെ, എന്നിട്ട് അങ്ങോട്ട് ഇളക്കാം. ഇനി അധികം ഇളക്കരുത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇത്രയും ബട്ടർ. നെയ്യ് കുറേ ഒഴിച്ചാലേ നെയ്യിൻ്റെ ആ ഒരു ഭയങ്കര ഒരു ഫ്ലേവർ വരും. നെയ്യ് ഏറ്റവും അവസാനം ഇനി നമ്മൾ കുറച്ച് ചൂടാക്കിയിട്ട് ഒഴിക്കുള്ളൂ. ഇതിൻ്റെ ഇടയിൽ റൈസ് ഇടുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നാലും അതിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് ഈ ബിരിയാണികളിലോട്ട് പിടിക്കുള്ളൂ. അല്ലാണ്ട് ഒരുമിച്ച് കുറേ നെയ്യ് ഇട്ടിട്ട് ഇതൊക്കെ ഇതാക്കിയാൽ ശരിയാവില്ല. ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് റൈസ് ഇടാം. റൈസ് ഒരു അരമണിക്കൂർ നമ്മൾ സോക്ക് ചെയ്തിട്ട് പിന്നെ ഡ്രെയിൻ ചെയ്തെടുത്ത റൈസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് 1, 2, 3 ടേബിൾ സ്പൂൺ ഉപ്പ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യങ്ങാട് ഇത് റൈസുമ്മ പിടിക്കാനായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓൾഡ് ഏജ് ഹോമിലൊക്കെ വെച്ച് കൊടുത്തില്ലേ, ഈ സെയിം ബിരിയാണിയാണ്, സെയിം റെസിപ്പിയാണ്. അപ്പം ഇതേ സെയിം ബിരിയാണി ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ പിന്നെയും പോകുന്നുണ്ട്. അപ്പോൾ ഈ ബിരിയാണി ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കപ്പലിൻ്റെ ബിരിയാണി റെസിപ്പി ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് അവിടെ വന്നാൽ മതി. എല്ലാവർക്കും ബിരിയാണി ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം, കുറച്ചൊന്ന് ഫ്രൈ ആവാനാണ്. ഇനി കുറച്ച് സീക്രട്ട് മസാല ഉണ്ട്. ഇത് ഞാൻ തന്നെ വറുത്ത് പൊടിച്ച് ഗരം മസാലയാണ്, ഹോം മെയ്ഡ്. കുറച്ചും കൂടി ഫ്ലേവർ ചെയ്യും. നമ്മൾ വോൾ ഡ്രൈ മുഴുവനായിട്ട് ഇടുന്ന ഗരം മസാലയില്ലേ, അതിനേക്കാളും കൂടുതൽ ഫ്ലേവർ ഇറങ്ങും കുറച്ച് പൊടിച്ച ഹോം മെയ്ഡ് മസാല ഇട്ടാൽ. അപ്പം അതും കൂടി നമ്മൾ ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കണം. ഇനിയാണ് എന്ത് ചെയ്യേണ്ടത്, ഇനി ചെയ്യണേക്കാൾ മുമ്പ് നമുക്ക് ഇതങ്ങോട്ട് കോരിയെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈഡ് ഒനിയൻ കരിഞ്ഞ ഒനിയനായി പോകും. തിളച്ച വെള്ളം ഒഴിക്കാൻ വേണം. നിങ്ങൾ ഇതൊക്കെ റെഡിയാക്കി വെക്കണോണ്ട. സൈഡിൽ തിളച്ച വെള്ളം റെഡിയാക്കി വെച്ചേക്കണം. ഇത് ഇത്ര ഒഴിച്ചാൽ മതി. ഇതിൻ്റെ അളവ് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. എന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ ആക്കി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വേണ്ട ഇങ്ങനെ നല്ലോണം ഇളക്കുക. എല്ലാം അങ്ങനെ മിക്സാണ്. എല്ലാവരും പിടിക്കണം. എന്നിട്ട് ഉപ്പുണ്ടാകുന്ന നോക്കാം. വെള്ളത്തിന് ഉപ്പുണ്ടാകുന്ന നോക്കാം. വെള്ളത്തിന് ഒരു നൈസ് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് കറക്റ്റാണ്. വേണ്ട ഇതെന്ന് വെച്ചാൽ ഒരു ഇത്ര ഒരു 1/2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ മുകളിൽ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. 1 സെൻറ്റിമീറ്റർ മുകളിൽ ഈ തിളച്ച വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇത് നല്ലോണം അങ്ങോട്ട് മൂടി വെക്കാം. നമുക്ക് കുറച്ച് വെജ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പനീർ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. കുറച്ച് മതി. വെജ് ബിരിയാണി നമ്മൾ കുറച്ച് വേറെ ബോയിൽ ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് പനീർ എടുത്തിട്ട് അങ്ങോട്ട് ബോയിൽ വറക്കാം. ഭയങ്കര ലൈറ്റായിട്ടുള്ള ടെമ്പറേച്ചർ ആയിക്കൊണ്ട, അല്ലെങ്കിൽ പനീറിൻ്റെ പണി കഴിയും. ഇപ്പോൾ ചിക്കൻ അവിടെ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കണം, റൈസ് ഇവിടെ വെന്തുകൊണ്ടിരിക്കണം. ഈ ടൈമിൽ റൈസ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചിക്കൻ്റെ ഗ്രേവി അടിക്കാം. നല്ലോണം ഒരു തിളവെന്ന് ആവി വരുമില്ലേ, ഒന്ന് ഇളക്കി മിക്സ് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ്റെ ഗ്രേവി അടിക്കാൻ പോവുകയാണ്. അതിക്ക് മുമ്പ് ഈ പനീർ അങ്ങനെ മാറ്റി വെക്കാം. പനീറായിട്ടുണ്ട്, ഇത് മതി. അതേ ഡ്രെയിനേജ് ഒന്നും യൂസ് ചെയ്യേണ്ടത്. അതാണ് പറഞ്ഞത്. കപ്പലിലെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം കുറച്ചും കൂടി ഡിഫറെൻ്റ് ആക്കി. ഇത് എൻ്റെ സ്റ്റൈലാണ്. പല ഷെഫുമാരും പല രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോർഡിനേഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. അപ്പോൾ പടപടാന്ന് കുക്കിങ് കാര്യങ്ങളൊക്കെ തരും. ഇതങ്ങോട്ട് കുറച്ച് മാറ്റി വെക്കാം, ഡേഞ്ചറാണ്. കുറച്ച് എണ്ണ ഒഴിക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക,
ക്ലൗ ഇതെല്ലാം ഇട്ടിട്ട് ഇതെല്ലാം കുറച്ചും കൂടി ഇടാം ഈ ഗ്രേവിയിലേക്ക്. ഗ്രേവി ഉണ്ടാക്കുമ്പോൾ വേണ്ട നമ്മൾ വേഗം കടുകല്ല, കടുക് ഇടൂല, ജീരകം ഇടാം. ഈ ടൈമിൽ നമ്മ റൈസിലും കുറച്ച് ബേ ലീഫ് ഇട്ട് കൊടുക്കുക, ഇതിലും കുറച്ച് ബേ ലീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവി വന്നുണ്ട് കേട്ടോ, ആവി വന്നുണ്ട്. റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗാർലിക്, വെളുത്തുള്ളിയും ഇഞ്ചി ഇടാം. ചോപ്പ് ചെയ്ത് നല്ലോണം ചോപ്പ് ചെയ്ത് ഒരു 3 ടേബിൾ സ്പൂൺ വെച്ചിട്ടാൽ മതി രണ്ടും. 5 പിടി മീൻസ് ഒരു 3 കിലോ ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. പ്ലസ് നമ്മുടെ ഗ്രീൻ ചില്ലി 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പുറത്തേക്ക് ഇറക്കാം. ഒച്ചെടുക്കണ്ട പോകാൻ. എന്നിട്ട് ജാതിക്കട കുരുല്ലേ, ജാതിക്കട കുരു നട്ട്മക്ക് എന്ന് പറയും, ഇതൊന്ന് ഗ്രേറ്റ് ചെയ്യാം നമുക്ക്. ഈ ക്യാപ്സിക്കം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വാഴട്ടെ, ക്യാപ്സിക്കം കൂടി നല്ലോണം ഇട്ട് കൊടുക്കുക. എന്താണെന്നറിയോ, ഗ്രേവിക്ക് വേണ്ടിയാണ്. ഗ്രേവിക്ക് വേണ്ടി ഒരു ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നല്ലോണം വെന്തോ ഉടയോട്ടാ, നല്ല ഗ്രേവി ആവുള്ളൂ. എന്ത് ചെയ്യണം, അത് നട്ട്മക്ക് പൊടിച്ച ഗ്രേറ്റ് ചെയ്ത പൊടിച്ച നല്ല നട്ട്മക്കും ജാവത്രി ജാതിക്കട ആ ഒരു കുരുവിൻ്റെ തൊലി ഷെല്ല് എന്ന് പറയും അതും, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, കുറച്ച് ബാക്കിയുള്ള ആ ഒരു കൊത്തമല്ലിയും ആ ഒരു മല്ലിയിലയും മിൻറ്റ് ലീഫ് ഇടാം. എന്നിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒന്നും കൂടി ഒന്ന് ദം ചെയ്ത് വെക്കാം. കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തന്നെയുണ്ട്. ഒരു മണം വരുമ്പോൾ ഇതാണ് ബിരിയാണി റൈസ് മതി. ഇനി മാറ്റി വെക്കാം. ഇനി ദമ്മാവുമ്പോൾ അത് കുക്കായിക്കോളും, അല്ലെങ്കിൽ അടി പിടിക്കും. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 5 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ഷാൻഡ ബിരിയാണി മസാല. നമ്മൾ മറ്റേലും ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൽ കുറച്ച് ഇടും. ഒരു 1/2 ടേബിൾ സ്പൂൺ ഷാൻഡ ബിരിയാണി മസാല. കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം. നെയ്യിലാണ്ട വറക്കണത്, നെയ്യിലാണ് കിസ്മിസും അണ്ടിപ്പരിപ്പും വറക്കണത്. അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്ക് വറുത്തെടുക്കാം. ഈ ഗ്രേവിയിൽ നമ്മൾ ടൊമാറ്റോ ജ്യൂസ് അടിച്ച് ഇട്ടിട്ടുണ്ട്. ഒരു 1 കിലോ ടൊമാറ്റോ നല്ലോണം ജ്യൂസ് അടിച്ചിട്ട് ഇതിലിടുക. അതിൻ്റെ കൂടെ മല്ലിയിലയും പുതിനയിലയും കൂടി ജ്യൂസ് അടിച്ചിട്ട് ഇതിലിടുക കേട്ടോ. നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല ഇടാം. ഇത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ സ്പെഷ്യൽ ഹോം മെയ്ഡ് സ്പെഷ്യൽ ഗരം മസാല. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടേക്കുക. ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി വെജിറ്റേറിയൻസിനോട് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് വയ്ക്കാം. ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി നമുക്ക് ചിക്കൻ സ്റ്റോക്ക് വയ്ക്കാം. അപ്പം ഗ്രേവി നല്ലോണം ആയി വന്നിട്ടുണ്ട് കേട്ടാ. ഗ്രേവിയുടെ കളറുണ്ട ഇതുപോലെ ഇരിക്കണം കേട്ടോ, വെന്തൊടഞ്ഞിരിക്കണം. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇടാം. അപ്പം ഇനി നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വേണ്ട മണം വരുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ബിരിയാണി ദം ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എങ്ങനെയാണ് ദം ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ആദ്യം ഈ ചിക്കൻ 2 ഡിവൈഡ് ചെയ്യണം. 2 ഇതിലോട്ട് ഇടണം. അപ്പം ഇതുപോലെയുള്ള കുക്കിംഗ് ഇതുപോലെയുള്ള ഷിപ്പില്ല കുക്കിംഗ് റെസിപ്പീസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ബിരിയാണി പ്രേമികൾക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഷിപ്പിലെ ബിരിയാണി ഉണ്ടാക്കണതെന്നാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രേവി ഈ സെയിം ബിരിയാണി ഞാൻ നാട്ടിൽ വന്നിട്ട് ഉണ്ടാക്കേണ്ടത് ഓൾഡ് ഏജ് ഹോമിൽ പോവാം. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാം. അതിൽ എൻ്റെ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അന്ന് വരാം.
അപ്പം അതിൻ്റെ ബിരിയാണി ഫ്രീ ആയിട്ട് എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നതാണ്. അപ്പം ഈ ബിരിയാണി എന്ന് പറഞ്ഞത് ഇതെൻ്റെ ഓൺ റെസിപ്പിയാണ്. ഓൺ റെസിപ്പി ബിരിയാണിയാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാണ്. അപ്പം ആരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രേവി, ഒരു തുള്ളി ഗ്രേവി പോലും നമ്മൾ കളയാൻ പാടില്ല വെച്ചാൽ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടാണ് ഈ റോസ്റ്റ് ചെയ്ത് കരിയാണ്ട് റോസ്റ്റ് ചെയ്താണ് ഈ ഗ്രേവി ഉണ്ടാക്കിയത്. എന്താണ് വെജ് ബിരിയാണി. ഇതിൽ പനീർ നമ്മൾ ഗോബി ഇതെല്ലാം റോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബോയിൽ ചെയ്യുക, ഓവനിൽ റോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ട് നമുക്ക് ഈ ഗ്രേവി ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിക്കുന്നതിനേക്കാൾ മുമ്പുള്ള ഗ്രേവിയിൽ ഇട്ട് നമ്മൾ ഇതെടുക്കണം. ഇനി നമ്മൾ ദം ചെയ്യാൻ വേണം. നമുക്ക് ദം ചെയ്യാനായിട്ട് ഈ സംഭവം റൈസ് ഇങ്ങനെ വെജ് ബിരിയാണിയിലിടുക. ഡിവൈഡ് ചെയ്ത് എല്ലാത്തിലും ഇങ്ങനെ ഇടാം. കണ്ടാ സിമ്പിൾ. കൈ നല്ലോണം പൊള്ളോട്ടെ, നല്ല ആവി പറക്കണേണ്, നല്ല ചൂടോടെയാണ് ഇത് ദം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ, ആ ഒരു കുക്കിങ്ങില്ലേ റൈസ് ഇങ്ങനെ വേണ്ട കുറച്ചും കൂടി. അപ്പോൾ ആ ഒരു മെത്തേഡ് പോവും. അപ്പം ഷിപ്പിലെ ബിരിയാണിയാണ് മോനെ. 10 കൊല്ലമായിട്ട് ഞാൻ ഷിപ്പിൽ ബിരിയാണി വെക്കുന്ന ആളാണ്, 10 കൊല്ലമായിട്ട്. അപ്പം ആ ഒരു ബിരിയാണിയാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഷിപ്പിൽ ബിരിയാണി വെച്ചിട്ട് ആരെങ്കിലും നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയണോട്ടാ, ആരാണ് കാണിച്ചതെന്ന്. അപ്പോൾ ഇത് ഷിപ്പിലെ ബിരിയാണി മച്ചാനെ ദം ചെയ്യണം നമ്മൾ. അപ്പോൾ വെജ് ബിരിയാണി നമ്മൾ കുറച്ചുണ്ടാക്കുള്ളൂ എപ്പോഴും. കാരണം എന്ന് വെച്ചാൽ വെജിറ്റേറിയൻസ് ഷിപ്പിൽ കുറവാണ്. അപ്പോൾ വെജ് ബിരിയാണി കുറച്ചുണ്ടാക്കിയാൽ മതി. ബാക്കി നമ്മൾ ചിക്കൻ ബിരിയാണി ഫാൻസാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ റോസ് വാട്ടർ വയ്ക്കാം. റോസ് വാട്ടർ ഉണ്ടാ. റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക. അണ്ടിപ്പൈപ്പും കാര്യങ്ങളും ഇട്ട് കൊടുക്കുക. ഇമയിൽ നല്ല ഫ്രഷ് നെയ്യ് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചാലേ അടിപൊളിയായിട്ട് അടിയിലോട്ടൊക്കെ ഇറങ്ങി ഇത് ദമ്മാവും. അതുകൊണ്ട് പിന്നെ അധികം നെയ്യിൻ്റെ ഫ്ലേവറും ആവരുത്. അങ്ങനെ ആയാലും ഇത് ഭയങ്കര മത്തായി പോവും. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ നെയ്യ് അങ്ങോട്ട് ചൂടാക്കി ഒഴിച്ചാൽ ഇതിൻ്റെ ഫ്ലേവർ അങ്ങനെ തന്നെ ഫ്രഷ് ഫ്ലേവർ അങ്ങനെ തന്നെ കിട്ടും. അപ്പം നെയ്യ് ഒഴിക്കും. നെയ്യ് ബിരിയാണി എസെൻസാണ് ഒഴിക്കാൻ വേണ്ടത്, ബിരിയാണി എസെൻസ്. അപ്പോൾ നമ്മൾ ഈ ബിരിയാണി എസെൻസ് കുറച്ച് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ഇങ്ങനെ കുറച്ചിച്ച് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മല്ലിയില, പുതിനയില, മല്ലിയില, മിൻറ്റ് ലീഫും. സംഭവം സെറ്റാണ്. സെറ്റ് സാധനം മോനെ. ചെയ്യണ്ട പൈനാപ്പിൾ ചോപ്പ് ചെയ്ത പൈനാപ്പിൾ കുറച്ചങ്ങോട്ട് കുനുകുനാന്ന് ഇങ്ങനെ കുനുകുനുനുനുനു. അപ്പം ഈ ബിരിയാണിയുടെ കപ്പൽ ബിരിയാണിയുടെ റെസിപ്പി അറിയാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. ഇത് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് മോനെ. അപ്പോൾ ഈ ബിരിയാണിട്ട് ഫുള്ള് റെസിപ്പിയൊക്കെ നോക്കിയിട്ട് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കും, എന്നിട്ട് കമൻറ്റ് ചെയ്യും അച്ഛൻ വരെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിപ്പിലെ നല്ല ദം ബിരിയാണി. ഇനി നമ്മൾ ഇത് ദം ചെയ്യാൻ വേണ്ട. ഇനി എങ്ങനെയാണ് ദം ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് അങ്ങോട്ട് കവർ ചെയ്ത് നല്ല എയർ ടൈറ്റ് പോലെ ഇങ്ങനെ ആക്കി വെക്കാം. കവർ അങ്ങോട്ട് നൈസായിട്ട് പ്രസ് ചെയ്യണം, പൊട്ടിപ്പോരുത്. അപ്പോൾ അച്ഛന്മാർ നമ്മുടെ 3 ബിരിയാണി, 2 നോൺ വെജ് ബിരിയാണി, 1 വെജ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ദം ചെയ്യാൻ വെക്കാം. എവിടെയെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഹോട്ട് പ്ലേറ്റ് ഓഫ് ചെയ്തിട്ട്, ഇവിടെ ചൂട് എപ്പോഴും ഉണ്ടാവും കേട്ടോ, ചെറിയൊരു ചൂട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ദം ചെയ്യാൻ ഇത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു നമ്മിട്ട എസൻസും കാര്യങ്ങളും ഇതിൻ്റെ വെള്ളം എല്ലാം കൂടി ഇറങ്ങിയിട്ട് ദമ്മാവും ഇപ്പം ഫുള്ള് കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഹോട്ട് പ്ലേറ്റിൽ തന്നെ വെക്കാം. അപ്പോൾ മച്ചാൻ വരെ നമ്മുടെ ദമ്മ് പൊട്ടിക്കാൻ പോയിന്നാണ്. സ്പെഷ്യൽ ബിരിയാണിയുടെ ദം ഇത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഈ സാധനം നമ്മൾ അങ്ങോട്ട് പൊട്ടിക്കാൻ പോയാണ്. കണ്ടാ. അപ്പം എന്നിട്ട് ഇത് പറയും ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ മാറ്റുക കുറച്ച് റൈസ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എന്തിരിക്കണത്, ചിക്കൻ. ആവി വറക്കണ കണ്ട ആവി വറക്കണ കണ്ട. അതിൽ നിന്നൊരു പീസ് അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ വെക്കണം, നല്ല ലെഗ് പീസ്. പിന്നെ വേറൊരു മാംസമുള്ള പീസും കൂടി വെക്കണം. പിന്നെ ഒരു ചെസ്റ്റിൻ്റെ പീസും കൂടി അങ്ങനെ വെക്കണം, മനസ്സിലായോ? എന്നിട്ട് ആ കശുവണ്ടി, ആ ക്രിസ്പി ഇതിങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് റൈസ് ഇങ്ങോട്ട് വെച്ചിട്ടില്ലേ കണ്ട, നല്ല
മൊരിയായ ഒരു സവാളയും ആ ഒരു പൈനാപ്പിളും ഇതെല്ലാം കൂടി ഇങ്ങനെ മുകളിലേക്ക് വെച്ചാലില്ലേ സ്വർഗമാണ് മോനെ. എന്നിട്ടില്ലേ ആ റൈത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കണം. റൈത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കണം. എന്നിട്ട് ഭംഗിക്ക് ഒരു പപ്പടം കൂടി അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ സൈഡിൽ ഒരു മുട്ട. അതെപ്പോഴും ഭംഗിക്ക് ഉണ്ടാവും കേട്ടോ, പുഴുങ്ങി മുട്ട. അപ്പം ബിരിയാണി, നമ്മളെ സ്പെഷ്യൽ ബിരിയാണി ഈ സാധനം അങ്ങോട്ട് കഴിക്കാൻ വേണം. ഇത്തിരി ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ചിക്കനൊക്കെ സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞല്ലേ, എൻ്റെ റൈസും ആ ചിക്കനും ഇത്തിരി മുട്ട ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാതെ ഇതും ഫ്രൈഡ് ഒനിയനും ചിക്കൻ്റെ ലെഗ് പീസും ചിക്കൻ ലെഗ് പീസ് തന്നു അതോർക്കും. എന്നാ കപ്പലിലെ ബിരിയാണി റെസിപ്പിക്ക് വേണ്ടി നമ്മുടെ ഫുൾ വീഡിയോ ഒന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ മസാലയും ഇത് എല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ടില്ലേ ഒരു പിടി പിടിച്ചല്ലേ അണ്ടിപ്പരിപ്പും ചിക്കനും പൊന്നറിയാ സ്വർഗം. അപ്പോൾ ഈ ബിരിയാണി ഞാൻ നാട്ടിൽ വന്ന് ഉണ്ടാക്കുന്നുണ്ട്. കോട്ടേജ് ഹോമിൽ സെയിം ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ ഇൻഫോം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വരാം. നമ്മുടെ ബിരിയാണി അങ്ങോട്ട് എല്ലാവർക്കും അങ്ങോട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം നമ്മുടെ ഷിപ്പിലെ ബിരിയാണി